ഖബീർ. അള്ളാഹുവിന്റെ മറ്റു രണ്ട് നാമങ്ങൾ അൽ അലീം, അൽ ഖബീർ. അലീം ഇൽമിൽ നിന്നുള്ളതാണ്, എല്ലാം അറിയുന്നവൻ. ഖബീർ ഏതാണ്ട് ഒരേ രൂപത്തിൽ തന്നെ ആശയം വരുന്നതാണ് ഈ രണ്ട് പദങ്ങളും. നേരത്തെ അൽ വാഹിദ്, അൽ അഹദ് എന്ന് പറഞ്ഞതുപോലെ. വഹുവ അല്ലദീ അഹാത ഇൽമുഹു ബിൽളവാഹിരി വൽ ബവാത്തിൻ. അല്ലാഹ് അലീമാണ് ഖബീറാണ് എന്ന് പറഞ്ഞാൽ അല്ലദീ അഹാത ഇൽമുഹു, അവന്റെ ഇൽമ് ചൂഴ്ന്നു നിൽക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു. ബിൽളവാഹിർ വൽ ബവാത്തിൻ, പ്രത്യക്ഷമായിട്ടുള്ളവയെയും ഉള്ളുകളിലുള്ള പരോക്ഷമായിട്ടുള്ളവയെയും. വൽ ഇസ്റാർ വൽ ഇഅ്ലാൻ, രഹസ്യമായതും പരസ്യമായതും. വബിൽ വാജിബാത്ത് വൽ മുസ്തഹീലാത്ത് വൽ മുംകിനാത്ത്. വബിൽ വാജിബാത്ത്, ഉണ്ടാകൽ നിർബന്ധമായിട്ടുള്ളതും, ഇന്ന കാര്യം ഉണ്ടാകണമെന്നത് നിർബന്ധമായും വുജൂദ് ഉണ്ടാകണമെന്ന കാര്യത്തിനും. വൽ മുസ്തഹീലാത്ത്, അസംഭവ്യമാണ് എന്ന കാര്യങ്ങൾക്കും. വൽ മുംകിനാത്ത്, സാധ്യമാകും എന്ന കാര്യങ്ങൾക്കും. ചില കാര്യങ്ങൾ അതുണ്ടാകും, ചില കാര്യങ്ങൾ ഉണ്ടാവില്ല, ചില കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ മുഴുവനും അറിയുന്നവനാണ്, സസൂക്ഷ്മം അറിയുന്നവനാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ മൗജൂദാത്തുകളെ കുറിച്ച് അവരുടെ പരിധിയിൽ ചെറിയൊരറിവ് അവർക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവിന്റെ പൂർണ്ണത ഒരു കാര്യം ഉണ്ടായാൽ അവൻ അറിയും, ഒരു കാര്യം ഉണ്ടാവില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല, മുസ്തഹീൽ എന്ന് പറയുന്നതും അവന് സൂക്ഷ്മമായി അറിയാം. മുംകിനാത്ത്, ഉണ്ടായേക്കാവുന്നതും ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങൾ അതും അവൻ അറിയാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിന്റെ പ്രത്യേകത. സാധാരണ ഉലമാക്കളെ കാര്യം പറയും, അവൻ അറിയുന്നത്, അല്ലാഹു അറിയുന്നു. യഅലം മാ കാൻ വമാ യകൂൻ വമാ ലം യകുൻ കൈഫ യകൂനു ഇദാ യകുൻ. അല്ലാഹു അറിയുന്നു മാ കാൻ, സംഭവിച്ചത് ഉണ്ടായതൊക്കെ അല്ലാഹ്ക്കറിയാം. വമാ യകൂൻ, ഇനി ഉണ്ടാകാൻ പോകുന്നതൊക്കെ അല്ലാഹ്ക്കറിയാം. വമാ ലം യകുൻ കൈഫ യകൂനു ഇദാ യകുൻ, ഇല്ലാത്ത കാര്യങ്ങൾ അവ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്നതും അല്ലാഹുവിനറിയാം. അതാണ് ഇവിടെ മറ്റൊരു വാക്കിൽ പറഞ്ഞത് ബിൽ വാജിബാത്ത്. വാജിബാത്തുകൾ, ഉണ്ടാകൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവയുടെ അസ്തിത്വം നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടായേക്കാവുന്ന കാര്യം, ഉണ്ടാവേണ്ട കാര്യങ്ങൾ. വൽ മുസ്തഹീലാത്ത്, അസംഭവ്യമായ കാര്യങ്ങൾ. വൽ മുംകിനാത്ത്, ഉണ്ടായേക്കാവുന്ന സാധ്യതയുള്ളവ, അതിനെ മുംകിനാത്ത് എന്ന് പറയും. അവയെല്ലാം അള്ളാഹ്ക്ക് ഒരുപോലെ അറിയാമെന്നുള്ളതാണ്. വബിൽ ഇൽമിൽ ഉലവി വസ്സുഫ്ലി, മുകളിലുള്ള ലോകങ്ങളെ സംബന്ധിച്ചും കീഴ്ലോകങ്ങളെ സംബന്ധിച്ചും അവന് അവരുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സസൂക്ഷ്മം അറിയാം. വബിൽ മാദി വൽ ഹാദിർ വൽ മുസ്തഖ്ബൽ, കഴിഞ്ഞത്, ഇപ്പൊ സംഭവിക്കുന്നത്, വരാനിരിക്കുന്നത്. മനുഷ്യന്റെ ഇൽമ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പടപ്പുകളുടെ ഇൽമ് എന്നത് ഇതിലൊക്കെ വളരെ ന്യൂനമാണ്, വളരെ വളരെ ന്യൂനതയുള്ളതാണ്. അവർക്കറിയാവുന്നത് മാദിയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാം. ഹാദിർ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അതാണ് അവരുടെ അറിവ് എന്നത് യഥാർത്ഥത്തിൽ. മുസ്തഖ്ബലോ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. അടുത്ത നിമിഷത്തിൽ എന്ത് എന്നത് ഒരാൾക്കും തന്നെ ഒന്നും അറിയില്ല. ഇതാണ് പടപ്പുകളുടെ അറിവിന്റെ സ്ഥിതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അലീമുൽ ഖബീർ, അവനെ സംബന്ധിച്ചിടത്തോളം മാദി എന്നോ ഹാദിർ എന്നോ മുസ്തഖ്ബൽ എന്നോ വ്യത്യാസമില്ല, എല്ലാം സസൂക്ഷ്മം അറിയുന്നു. ഫലാ യഖ്ഫാ അലൈഹി ശൈഉൻ മിനൽ അശ്യാ, വസ്തുതകളിൽ ഒന്നും തന്നെ, ഒരു വസ്തുതയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഗോപ്യമാകുന്നില്ല. ഗോപ്യമെന്ന ഒരു വസ്തുവും അള്ളാന്റെ മുന്നിലില്ല. ലാ യഖ്ഫാ അലൈഹി ശൈ, അതാണ് അള്ളാന്റെ ഇൽമ്. വഹുവൽ അലീം അൽ ഖബീർ, അലീം എന്നതുകൊണ്ട് ഖബീർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്.
അൽ ഹക്കീം, അള്ളാന്റെ മറ്റൊരു നാമമാണ് ഹക്കീം. വഹുവല്ലദീ ലഹുൽ ഹിക്മത്തുൽ ഉൽയ